everyone, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു മൂവിങ് ആണ്. ബ്രിസ്ബൻ ടു സിഡ്നി ഒരു മൂവി. ബ്രിസ്ബൻ എന്ന് പറയുന്നത് ക്വീൻസ്ലാൻഡ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ സിഡ്നിയിലോട്ട് മാറുന്നത്. സിഡ്നി എന്ന് പറയുന്നത് ന്യൂ സൗത്ത് വെയിൽസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിലാണ്. രണ്ടും അടുത്തടുത്തിരിക്കുന്ന സ്റ്റേറ്റ്സ് ആണെങ്കിലും നല്ല ദൂരമുണ്ട് ഇവിടുന്ന്. ഒരു ബൈ റോഡ് പോവുകയാണെങ്കിൽ 10 to 11 മണിക്കൂർ, ഫ്ലൈറ്റിൽ പോവുകയാണെങ്കിൽ 1.5 മണിക്കൂർ അങ്ങനെ. അപ്പം ഞങ്ങൾ ബ്രിസ്ബനിന്ന് സിഡ്നിയിലോട്ട് മൂവ് ചെയ്യാണ് ഡ്യൂ ടു അശ്വിൻസ് വർക്ക്. പിന്നെ എൻ്റെ ഓഫീസും സിഡ്നി തന്നെയായിരുന്നു. ഞാൻ ഇവിടെ ബ്രിസ്ബനിലുണ്ടായിരുന്നപ്പോൾ ഞാൻ ഇവിടുന്ന് വർക്ക് ഫ്രം ഹോമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആക്ച്വലി ഞങ്ങൾ നേരത്തെ സിഡ്നിയിലായിരുന്നു. എന്നിട്ട് അധികകാലമല്ല, ഞങ്ങൾ വന്ന് ഒരു വർഷം ഞങ്ങൾ സിഡ്നിയിലായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു, ബ്രിസ്ബനിലോട്ട് വന്നു. ഇവിടെ ഒരു വർഷം ഉണ്ടായിരുന്നു. ഇപ്പൊ തിരിച്ച് ഞങ്ങൾ സിഡ്നിയിലോട്ട് പോവാണ്. അപ്പൊ ഞങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നതാണ് സിഡ്നിയിൽ. അപ്പൊ അവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ അറിയാം. അപ്പൊ അവിടെ നമ്മൾ വീടും കാര്യങ്ങളൊക്കെ റെന്റിന് എടുത്തു. ഇനി ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പൊ നാളെയാണ് ഞങ്ങൾ മൂവ് ചെയ്യുന്നത്. ഇന്ന് ഫുള്ള് പാക്കിങ്ങിന്റെ ദിവസമാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്, പക്ഷേ ഫുൾ ആയിട്ടില്ല. റോഷ്നി ബോസും എല്ലാ ഈവനിങ്സും വന്ന് നമ്മളോട് ഈ പാക്കിങ്ങിനൊക്കെ കൂടുന്നുണ്ടായിരുന്നു ഫുള്ള്. അവരുള്ളതുകൊണ്ടാണ് ഇത്രയൊക്കെ ഇപ്പൊ കുറേയൊക്കെ പാക്ക് ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ക്ലിപ്സ് ഒക്കെ പല ദിവസങ്ങളിൽ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ കാണിക്കാം. പക്ഷെ ഇനിയുണ്ട് നമുക്ക് പാക്കിങ്. അപ്പൊ ഇന്നിപ്പോ ജോലി കഴിഞ്ഞിട്ട് 4 മണിക്ക് സിസ്റ്റം എല്ലാം അടച്ചു വെച്ച് സിസ്റ്റം ഒക്കെ പാക്ക് ചെയ്ത് വീട് കുറെ കബേർഡ്സ് ഒക്കെ ഒഴിവാക്കി നമ്മൾ എല്ലാം ബോക്സിലാക്കി. എന്നാലും കുറെ സാധനങ്ങളുണ്ട്, കട്ടില്, സോഫ, അത് ഇതൊക്കെ നമുക്ക് ഇത് ചെയ്യാം. ഡിസസംബിൾ തന്നെ, അതോ ഡിസസംബിൾ കറക്റ്റ് അല്ലെങ്കിൽ ഞാൻ താഴെ എഴുതിയിടാം. ഓക്കെ, ഡിസസംബിൾ ചെയ്യാം. പിന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ ഉണ്ട്. നമ്മൾ ഇത്രയേ ഉള്ളല്ലോ എന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ പാക്ക് ചെയ്ത് അൺപാക്ക് ചെയ്ത് ബോക്സിലൊക്കെ ആക്കി വരുമ്പോഴായിരിക്കും ഒരു കുന്ന് സാധനങ്ങളുണ്ടാവും. എൻ്റെ ഏറ്റവും ചലഞ്ച് എന്ന് പറഞ്ഞാൽ പുറകിലിരിക്കുന്ന ചെടികളാണ്. എനിക്ക് ഇൻഡോർ പ്ലാന്റ്സും കുറച്ച് കൂടുതലില്ല, കുറച്ചുണ്ട്. പിന്നെ പുറത്തിരിക്കുന്നതുകൊണ്ട് ഇവരെ അങ്ങോട്ട് എത്തിക്കലാണ് ഒരു ചലഞ്ച്. എന്ത് ചലഞ്ച്? അശ്വിന് വലിയ ചലഞ്ച് ഒന്നുമല്ല. അശ്വിൻ പറഞ്ഞു, ചെടി ഒടിഞ്ഞോ, കുഴപ്പമില്ല, ചെടി ഒടിഞ്ഞാൽ വേറെ ചെടി മേടിക്കുക, അല്ലെങ്കിൽ പോട്ടെ വരും. പക്ഷെ എനിക്ക് ഇതിനകത്ത് ഒരു എല്ലാം പോയി കഴിഞ്ഞാൽ ഭയങ്കര വിഷമം. അപ്പൊ ഇത് സിഡ്നി വരെ ഒന്നും പറ്റാതെ എത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയൊരു കൺസേൺ. അതൊക്കെ ഇന്ന് ബോക്സിലാക്കണം. ബ്രിസ്ബനിൽ സിഡ്നിയിലോട്ട് പോകുന്നത് ചെറിയ വിഷമമുണ്ട്. കാരണം വെച്ചാൽ ഇവിടെ കുറച്ച് കൂടുതൽ ഫ്രണ്ട്സും നെറ്റ്വർക്കും കുറെ ഗെറ്റ് ടുഗദേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും കാര്യം ഇവിടെ റോഷ്നി ബോസും ഉള്ളതുകൊണ്ടാണ്. അവര് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞങ്ങളെല്ലാവരും ഒരേ കമ്പനിയിലാണ് നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുറെ വർഷം ശേഷം ഇവിടെ നമ്മൾ റീയൂണൈറ്റ് ചെയ്തു. ഇവിടെ വന്ന് നമ്മൾ ഈ ഒരു വർഷം ഒരു സെലിബ്രേഷൻ പോലെയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ 7 ദിവസം ഉണ്ട്. നമ്മൾ അതിൽ 5 ദിവസവും നമ്മൾ കാണും. റോഷ്നി ബോസും ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോവും. ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ പോകുന്നതുകൊണ്ട് വിഷമം കാരണം ഞങ്ങൾക്കും വിഷമം, അവർക്കും വിഷമം, ഇതിലേറെ വിഷമം കോഫിക്ക് അറിയത്തില്ല, അവനെ സിഡ്നിക്ക് കൊണ്ടുപോകാൻ അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് റോഷ്നി ബോസും ഞങ്ങളുടെ കൂടെ സിഡ്നിക്ക് വരിക. അപ്പൊ നാളെ രാവിലെ ഒരു സാറ്റർഡേ ഇവിടുന്ന് പാക്കിങ് സാധനങ്ങളെല്ലാം ട്രക്കിൽ കയറ്റി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങും. ഇവിടുന്ന് ഒരു 11 hours ഉണ്ടല്ലോ ഡ്രൈവ്. അപ്പൊ റോഷ്നി ബോസും ഞങ്ങളുടെ കൂടെ വരും. അവരും അവരുടെ കാർ എടുക്കുന്നുണ്ട്. 2 കാറിലായിട്ടാണ് പോകുന്നത്. എന്നിട്ട് അവര് നമ്മളോട് ഒരാഴ്ച നിൽക്കും അവിടെ. അപ്പൊ വീടെല്ലാം സെറ്റ് ചെയ്ത് ഒരാഴ്ച നിന്ന് കുറച്ചും കൂടെ ചില്ല് ചെയ്തിട്ടാണ് അവർ തിരിച്ച്. നാളെ രാവിലെ സാറ്റർഡേ രാവിലെ റിമൂവലിസ്റ്റുകൾ വരും ഇവിടെ. റിമൂവലിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മൂവേഴ്സ് ആൻഡ് പാക്കേഴ്സ് തന്നെയാണ്. ഇവിടെയും അവരിങ്ങനെ പാക്കൊക്കെ ചെയ്ത് തരും. പക്ഷെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാശായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ അവരെ പാക്ക് ചെയ്യാറൊന്നും വിളിച്ചിട്ടില്ല. നമ്മളെല്ലാം പാക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് അവർ വന്ന് അതെല്ലാം ലോഡ് ചെയ്ത് അവർ തന്നെ ലോഡ് ചെയ്തോളും. അവർ ലോഡ് ചെയ്ത് ട്രക്കിൽ കയറ്റി ഡ്രൈവ് ചെയ്ത് സിഡ്നി കൊണ്ടേ നമുക്കത് ഇറക്കി തരും. പിന്നെ അവർക്ക് ഇതേപോലെ മണിക്കൂറിനൊക്കെയാണ് ചാർജ്. അപ്പൊ നമ്മൾ അധികം ടൈം അവരെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കാശ് കൂടും. അങ്ങനെയൊക്കെ. മഴ എടുത്തിട്ടില്ല. അതൊക്കെ അശ്വിൻ രാവിലെ എണീറ്റ് വന്ന് കോഫി ഇപ്പോഴാണോ എണീക്കുന്നത്? ഇവിടെ ആരാ പാക്ക് ചെയ്യുന്നത്? നേരത്തെ എണീറ്റ് പാക്ക് ചെയ്യാൻ കൂടണ്ടേ? അശ്വിനും കോഫി ഇപ്പൊ എണീറ്റതേ ഉള്ളൂ. കോഫീനെ വോക്കി എന്ന് പറഞ്ഞ് ആശ കൊടുത്തു. വോക്കി നടക്കില്ല കോഫി, മഴയാ.
മഴ 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 നല്ല മഴയാണ്. അയ്യോ, ഇതൊക്കെ നമ്മളിനി മിസ് ചെയ്യും. നമ്മളല്ല, ഞാൻ മിസ് ചെയ്യും ഭയങ്കരമായിട്ട്. നല്ലൊരു അടിപൊളി സ്ഥലമായിരുന്നു. ഇവിടെ ഒരു പണി നടക്കുന്നുണ്ടെങ്കിലും നല്ലൊരു സ്ഥലമായിരുന്നു. ഇനി എൻ്റെ ഈ പ്ലാന്റ്സ് ഒക്കെ ഇനി എങ്ങനെയൊക്കെ എടുത്ത് അകത്ത് കയറ്റി വെക്കണം, ബോക്സിലാക്കിയിട്ട്. ഇത് ഞങ്ങളിലുണ്ടായിരുന്ന എൻ്റെ ഫേവറേറ്റ് ഒരു ബെഞ്ചും ഡെസ്ക് ആയിരുന്നു. ഞാൻ തന്നെ ഇതൊക്കെ ഇങ്ങനെ പെയിന്റ് ചെയ്തൊക്കെ എടുത്തത്. പക്ഷെ ഞങ്ങൾക്ക് ഇത് കൊടുക്കേണ്ട വന്നു. കാരണം ഇനി പോകാൻ പോകുന്ന അപ്പാർട്ട്മെന്റിൽ ഇത് ഇടാനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് ഞങ്ങളിത് കൊടുത്തു. ടി വി ഒക്കെ അവർ തന്നെ വന്നിട്ട് റാപ്പ് ചെയ്ത്, റിമൂവ് ലിസ്റ്റുകൾ വന്ന് റാപ്പ് ചെയ്ത് കൊണ്ടുപോകും. കുറേ സാധനങ്ങളൊക്കെ ബോക്സിനകത്തായിട്ടാണ് ഇരിക്കുന്നത്. ബുക്സ് ഒക്കെ ഉണ്ടായിരുന്നതെല്ലാം നമ്മൾ എടുത്തു. ലിനൻ കബോർഡൊക്കെ ഫുള്ള് കാലിയാക്കി. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ്. ബാക്കിയൊക്കെ ഒരുവിധം കാലിയാക്കി. ഇത് കൊണ്ടുപോകാനുള്ള കുറച്ച് ബെഡ്ഷീറ്റ്സും പില്ലോസും എടുത്തു വെച്ചിരിക്കുക നമ്മൾ. ബാക്കിയെല്ലാം നമ്മൾ ബോക്സിലാക്കി. എൻ്റെ വാർഡ്രോബൊക്കെ ഒരുവിധം താഴ്പ്പെട്ടിയൊക്കെ വെച്ചിരിക്കുകയാണ്. ഒരുവിധം കാലിയാക്കി. നമ്മുടെ ഈ അപ്പാർട്ട്മെന്റ് വാക്കിൻ വാർഡ്രോബ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ മൊത്തം എൻ്റെ ഡ്രസ്സസ് ആയിരുന്നു. അപ്പം ഇങ്ങനെ ഡ്രസ്സ് ഇട്ടാലേ എനിക്ക് ആക്ച്വലി മനസ്സിലായത്. ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ എല്ലാം പെട്ടിയിലാക്കി. ഇതിപ്പോൾ പെട്ടിയിലാക്കി. നേരത്തെ ഉണ്ടായിരുന്നപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ ഇങ്ങനെ ഡ്രസ്സ് തൂക്കിയിട്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡ്രസ്സാണുള്ളത് നോക്കി നമുക്ക് എല്ലാ ഡ്രസ്സും മാറി മാറി ഇടാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നിയത് മടക്കി വെക്കുമ്പോൾ കുറേ ഡ്രസ്സൊക്കെ താഴെ പോകും, അടി പോകുന്ന ഡ്രസ്സ് പിന്നെ നമ്മൾ കുറേ കാലത്തേക്ക് ഇടില്ല. ഇത് പിന്നെ നമുക്ക് ഇങ്ങനെ നോക്കി ഈ ഡ്രസ്സ് ഞാൻ ഇട്ടിട്ടില്ല, ഈ ഡ്രസ്സ് ഈ ഒക്കേഷൻ നല്ലതാണ്, അങ്ങനെ നോക്കിയെടുക്കാൻ എനിക്ക് തോന്നി ഇങ്ങനത്തെ തൂക്കിയിടുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ്. കോഫിയുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോ? നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? പാക്ക് ചെയ്യണ്ടേ? ആരാ പാക്ക് ചെയ്യുന്നത്? കോഫി ഇങ്ങനെ ഇരിക്കുന്നൊന്നും വിചാരിക്കണ്ട. കോഫിക്കുണ്ട് 2 പെട്ടി സാധനങ്ങൾ. ഇത് നമ്മള് മൂവിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ബാഗാണ്. നമ്മൾ മൂവിങ്ങിന് യൂസ് ചെയ്യുന്ന ബോക്സ് ഇല്ല, അതുപോലെ തന്നെ പക്ഷെ ഒരു പ്ലാസ്റ്റിക് ബാഗ്. അത്യാവശ്യം വലിപ്പമുണ്ട് ഇതിന്. ഇതേ 105 ലിറ്റേഴ്സ് കയറും. ഇത്രയും ഇതാണ് ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ. ഭയങ്കര നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം. ഇതിങ്ങനെ സിപ്പാണ്. അപ്പൊ അത്യാവശ്യം നല്ല വെയിറ്റ് ഇത് എടുക്കുകയും ചെയ്യും. നമുക്ക് എല്ലാ സാധനങ്ങളും ഇതിനകത്തോട്ട് വലിച്ചു വരികയും കിട്ടാൻ മതി. അപ്പൊ ഈ ഞാൻ അടുക്കളയിലെ ഈ നമ്മളെ സ്റ്റീൽ പാത്രങ്ങൾ അതൊക്കെ ഇതിനകത്ത് ഇടും. അങ്ങനെ പൊട്ടുമൊന്നുമില്ല. പൊട്ടുന്ന സാധനങ്ങളൊക്കെ ഇടുന്നത് അത്ര തൃപ്തികരമായ ഒരു കാര്യമായിരിക്കില്ല. അപ്പോ ഈ ഒച്ച കേൾക്കുന്നത് ഞാനല്ല, കോഫി അവിടെ കളിക്കുന്ന ഒച്ചയാണ്. കോഫി അപ്പൊ അങ്ങനെ ഉണ്ടാക്കുക. ഭയങ്കര യൂസ്ഫുൾ. അപ്പൊ ഞങ്ങൾ ബോക്സസും മേടിച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ കുറെ ബാഗ്സും മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഈസിയാണ് മൂവ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ബെഡ്ഷീറ്റ്സ്, തുണികളൊക്കെ ഭയങ്കര സുഖമാണ്. ഇതിനകത്തോട്ട് ഇട്ടാൽ മതി. ബെഡ്ഷീറ്റ്സ്, പില്ലോ കവേഴ്സ് വരെ ഞങ്ങൾ പില്ലോ കവേഴ്സ് അല്ല, പില്ലോസ് ഒക്കെ ഇതിനകത്തും. ഇത് കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ട് സാധനം. അപ്പൊ ഞാനിപ്പോ ഇതിനകത്ത് നമ്മുടെ സ്റ്റീൽ പാത്രമൊക്കെ ഇതിനകത്തോട്ട് ആക്കുക. അങ്ങനെ പാക്ക് ചെയ്ത് ഞങ്ങളിലുണ്ടായിരുന്ന ബബിൾ റാപ്സും കുറച്ച് ബോക്സസും അതെല്ലാം തീർന്നു. അപ്പോൾ ഇനി കുറച്ചും കൂടെ മേടിക്കണം, എന്നാലേ ബാക്കി പാക്കിങ് നടക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് പാക്കിങ് അവിടെ പകുതിക്ക് വെച്ചിട്ട് ഞങ്ങൾ ബണ്ണിങ്സിൽ വന്ന് സാധനം മേടിക്കാൻ പോകുന്നു. ബണ്ണിങ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഷോപ്പാണ്. ഇവിടെ ഒരു വീടിനുള്ള എല്ലാ സാധനവും കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി തൊട്ട് അടുക്കള വേണ്ട സാധനം തൊട്ട് ടൈൽസ് തൊട്ട് അങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ള സാധനം കിട്ടും. അപ്പോൾ ഇവിടെ ഇങ്ങനെ മൂവിങ്ങിനായിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാർഡ്ബോർഡ് ബോക്സ് കിട്ടും, ഓരോരോ സൈസിലുള്ള കിട്ടും. കണ്ടോ, അങ്ങനത്തെ മൂവിങ് ബാഗ്സ് കിട്ടും. ഞങ്ങളിത് ഇങ്ങനത്തെ കുറച്ച് ബോക്സസ് ഒക്കെ എടുത്തു. പിന്നെ ഇങ്ങനത്തെ മൂവ് ചെയ്യുമ്പോൾ സാധനങ്ങളൊക്കെ കേട് വരാതിരിക്കാനുള്ള റാപ്പുകൾ കിട്ടും. പിന്നെ എന്തോ ഒരു സാധനം പിന്നെ ഇങ്ങനത്തെ റാപ്സൊക്കെ എല്ലാം കിട്ടും നമുക്ക്. ഇതൊന്നും നമ്മൾ മേടിച്ചില്ല, ഇതൊന്നും നമുക്ക് ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ ബബിൾ റാപ്സ് മേടിച്ചു, കാരണം അടുക്കളയിലെ ഗ്ലാസസ് ക്രോക്കറി ഒക്കെ വെക്കാനായിട്ട്. അപ്പോൾ ആ ബബിൾ റാപ്സ് നമ്മൾ തീർന്നു പോയതുകൊണ്ട് നമ്മൾ കുറച്ച് മേടിച്ചു. അങ്ങനെ പിന്നെയും നമ്മുടെ പാക്കിങ് പിന്നെയും സ്റ്റാർട്ട് ചെയ്ത്
ഒരുവിധം അടുക്കളയൊക്കെ എങ്ങനെയൊക്കെയോ ഒഴിച്ചു. ഇനിതാ ഇലക്ട്രോണിക്സ് ഒക്കെ നമുക്ക് പാക്ക് ചെയ്യാനുണ്ട്. എന്നാലും പ്ലേറ്റ്സ് കാര്യങ്ങൾ അല്ലാണ്ടുള്ള ചെറിയ ചെറിയ കിടിപിടി സാധനങ്ങളെല്ലാം കൂടെ ആക്കിയപ്പോഴത്തേക്കും കുറേ ബോക്സസും കുറേ പ്ലാസ്റ്റിക് കവറുമായി. പിന്നെ അത് ഇങ്ങനെ നമ്മൾ ബോക്സസിൽ എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ ബോക്സസിലാണെന്നുള്ളത് നമ്മൾ ലേബൽ ചെയ്ത് വെച്ചു. അവിടെ ചെന്നിട്ടാണെങ്കിൽ നമുക്ക് എടുക്കാനുള്ള ഒരു സൗകര്യത്തിന്. ബോസും റോഷനിയും നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, ഓരോന്ന് സീൽ ചെയ്ത് പോവുകയാണ്. പിന്നെ ഇനി ഈ രാത്രി കൊണ്ട് നമുക്ക് മേജറായിട്ട് ചെയ്യാനുണ്ടായിരുന്നത് ആ സോഫ ഡിസസംബിൾ ചെയ്യണം. പിന്നെ ഈ ഒരു സിംഗിൾ ബെഡും പിന്നെ നമ്മുടെ ക്വീൻ ബെഡും എല്ലാം ഡിസസംബിൾ ചെയ്യണം. എന്നിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. ഡിസസംബിൾ ചെയ്താൽ മാത്രം പോരാ, ഈ നട്ടും ബോൾട്ടും ഒക്കെ സൂക്ഷിച്ച് വെക്കുകയും വേണം. അവിടെ ചെന്നിട്ട് ഇതെല്ലാം തിരിച്ചാക്കുകയും വേണ്ടേ. അങ്ങനെ ഒരു ഇതായിരുന്നു. ഒരുവിധം പാക്ക് ചെയ്ത് ഉള്ള വീട് മൊത്തം നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി റിമൂവ് ലിസ്റ്റുകൾ വന്നാൽ മതി, വന്ന് എല്ലാ സാധനങ്ങളും കയറ്റണം. പ്ലാന്റ്സ് ഒക്കെ ഒരുവിധം ഒക്കെ ഇങ്ങനെയൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ രാവിലെ 8 മണിക്ക് വരുന്ന വിചാരിച്ചിരുന്ന റിമൂവ് ലിസ്റ്റുകൾ വന്നത് 11 മണിക്ക്. എന്നിട്ട് വന്നപാടെ അവർ സാധനങ്ങളെല്ലാം വണ്ടിയിലോട്ട് കയറ്റാൻ തുടങ്ങി. നമ്മൾ പറഞ്ഞ ഒരു വലിയ ട്രക്കായിരുന്നു ഇത്. ഹിന്ദിക്കാരായിരുന്നു. കുഴപ്പമില്ലായിരുന്നു അവർ, പക്ഷേ അത്ര നല്ല എക്സ്പീരിയൻസ് അല്ല നമുക്ക് മൂവിങ്ങിന് കിട്ടിയത്. പിന്നെ ഒത്തിരി പൊട്ടുമെന്ന് തോന്നിയ സാധനങ്ങൾ ഞങ്ങൾ കാറിൽ കൊണ്ടുപോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. കഴിഞ്ഞു ഇൻസിഡന്റ് കാലം കഴിഞ്ഞു. ഇനി ന്യൂസ് കേട്ടോ, ഒറിജിനൊക്കെ മാറി കേട്ടോ, നിന്റെ സ്റ്റേറ്റ് ഓഫ് ഒറിജിനൊക്കെ മാറി. ന്യൂസ് ജനിച്ച നാടൊക്കെ വിട്ടു പോവുക. ജനിച്ച നാടൊക്കെ പോയി കേട്ടോ. അങ്ങനെ വീടെല്ലാം കാലിയായി തുടങ്ങിയപ്പോഴത്തേനും എല്ലാവർക്കും വിഷമമായി. ബോസിനും റോഷനിക്കും കോഫിക്കും ഒക്കെ വിഷമമായി, ഞങ്ങൾക്കും എല്ലാവർക്കും വിഷമമായിരിക്കുക. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ബ്രിസ്ബനിലെ വീട്. നല്ലൊരു വീടായിരുന്നു, അപ്പാർട്ട്മെന്റ് ആയിരുന്നു. ഇത് ഒരു ബെഡ്റൂം, ഇത് ഞങ്ങൾ മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് യൂസ് ചെയ്യുമായിരുന്നു. ഇങ്ങനെ ഒരു വാക്കിൻ വാർഡ്രോബ് ഉണ്ടായിരുന്നു. ആ കാണുന്നത് ബാത്റൂമാണ്. ഇതിലേ പോകാൻ ബാത്റൂമിൽ അപ്പുറത്തൂടെയും വഴിയുണ്ട് ബാത്റൂം. ഇതൊരു വലിയ ഹാളായിരുന്നു. പിന്നെ ലോണ്ട്രി, കുറേ സ്റ്റോറേജ്, പിന്നെ നേരത്തെ കണ്ട ബാത്റൂമായി റൈറ്റ് സൈഡിൽ കാണുന്നത്. പിന്നെ ഇത് സെക്കൻഡ് ബെഡ്റൂം. ഈ ബെഡ്റൂമാണ് കുറച്ചും കൂടെ വലുത്, പക്ഷെ ഇവിടെ ഒത്തിരി വെളിച്ചം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇത് ഓഫീസ് റൂം ആക്കി. ഇതായിരുന്നു എൻ്റെ വാക്കിൻ വാർഡ്രോബും ടോയ്ലറ്റും. പിന്നെ നല്ലൊരു ബാൽക്കണി ഉണ്ടായിരുന്നു, നല്ല വ്യൂ ആയിരുന്നു. ഫ്രണ്ടിൽ പണി നടക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഒരു ശല്യം ഇല്ലായിരുന്നു. ഇതേ നിൽക്കുന്നു നമ്മുടെ റിമൂവ് ലിസ്റ്റുകൾ. അങ്ങനെ സാധനങ്ങളെല്ലാം കയറ്റി ഇവിടുന്ന് വണ്ടി പുറപ്പെട്ടപ്പോഴത്തേനും 3 മണിയായി, വൈകുന്നേരം 3 മണിയായി. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോയി കുളിച്ച് റെഡിയായി ഞങ്ങൾക്ക് വണ്ടി ഓടിച്ചെത്താനായിട്ട്. അപ്പോൾ അവർ നേരത്തെ പോയി, റിമൂവ് ലിസ്റ്റുകൾ നേരത്തെ പോയി, ഞങ്ങളിതാ പുറകെ പോവുകയാണ്. ഞങ്ങളുടെ പ്ലാൻ എല്ലാം ഫുൾ ഡിലേ ആയിട്ടുണ്ട്. ഞങ്ങളെ പോവാണേ, സിഡ്നിക്ക് പോവാണേ, ഞങ്ങളെ പോവാണേ, സിഡ്നിക്ക് പോവാണേ. അങ്ങനെ കുറച്ച് വിഷമത്തോടെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. റെന്റൽ വീടായിരുന്നെങ്കിൽ ഒത്തിരി പ്രിയപ്പെട്ട ഒരു വീടായിരുന്നു അത്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇറങ്ങിയ വീടുണ്ടല്ലോ, അത് നമ്മൾ തിരിച്ച് റിയൽറ്ററിന്റെ കൊടുക്കുന്നതിന് മുന്നേ ക്ലീൻ ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അപ്പൊ ക്ലീനേഴ്സിന്റെ താക്കോല് കൊടുക്കാൻ പോകുന്ന പോക്കാണിത്. കാരണം നമ്മളിവിടെ ഉണ്ടാവില്ലല്ലോ, നമ്മളിപ്പോൾ സ്റ്റേറ്റ് വിട്ടു പോകുന്നതുകൊണ്ട് നിന്ന് നോക്കി ക്ലീൻ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ താക്കോല് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. ഓസ്ട്രേലിയയിൽ ഇങ്ങനെ എൻഡ് ഓഫ് ലീസ് കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ ഈ ക്ലീനിങ് മാൻഡേറ്ററി ആണ്. അത് ചില സ്റ്റേറ്റിൽ നമ്മൾ തന്നെ ക്ലീൻ ചെയ്ത് കൊടുത്താലും മതിയാവും, പക്ഷെ ഈ സ്റ്റേറ്റിൽ അത് പറ്റില്ല. നമ്മൾ ക്ലീനേഴ്സിനെ വെച്ച് ക്ലീൻ ചെയ്ത് സർട്ടിഫൈ ചെയ്ത് വേണം കൊടുക്കാനായിട്ട്. ഞങ്ങളപ്പോ അങ്ങനെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് റിമൂവ് ലിസ്റ്റുകളെല്ലാം വന്ന് അവര് എല്ലാം ലോഡ് ചെയ്തു. അവര് വന്നപ്പോ തന്നെ 11 മണിയായി. 11 മണിയായിട്ട് വന്ന് ഒരു 3-3:30 കഴിഞ്ഞിട്ടാണ് ഫുൾ ലോഡിങ് എല്ലാം തീർത്തത്. ഞങ്ങളൊരു 11 മണിയാകുമ്പോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച, പക്ഷെ 3:30 നമ്മുടെ ലോഡിങ് എല്ലാം ട്രക്കില്, സാധനങ്ങളെല്ലാം ട്രക്കിൽ കയറിയപ്പോ തന്നെ. അതുകൊണ്ട് ഇപ്പൊ പിന്നെ അവസാനം കുളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോ തന്നെ 6:15. ഇതിപ്പോ 6 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി സ്റ്റാർട്ട് ചെയ്തു.
ഇപ്പൊ കാണിക്കുന്നത് അത്യാവശ്യം നല്ല സമയം കാണിക്കുന്നുണ്ട്. 9.5 മണിക്കൂർ കാണിക്കുന്നുണ്ട് നോൺ സ്റ്റോപ്പ് ഓടിച്ചാല്. നോൺ സ്റ്റോപ്പ് എന്തായാലും ഓടിക്കാൻ പറ്റില്ല, ബ്രേക്ക് എടുക്കും, ഇടയ്ക്ക് ഉറക്കം വരും, അപ്പൊ കിടന്ന് ഉറങ്ങും. അങ്ങനെ ദേ കോഫി കാഴ്ചയൊക്കെ കണ്ട് അവിടെ നിൽപ്പുണ്ട്. അശ്വിൻ ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്നു. ഇനി കുറച്ച് കഴിയുമ്പോ മാറി മാറി ഓടിക്കണം, കാരണം മടുക്കുമല്ലോ, ഇത്രയും മണിക്കൂറുണ്ടല്ലോ. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, റോഷ്നി ബോസും ഉണ്ട്, അവര് ഫ്രണ്ടിൽ പൊക്കോണ്ടിരിക്കുന്നു. അവരും ഇപ്പൊ ഞങ്ങളിങ്ങനെ വണ്ടി ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് പൊക്കോണ്ടിരിക്കുക. ആർക്കും ഉറക്കം വന്നാലും അപ്പ നിർത്തി ഉറങ്ങണം എന്ന് വിചാരിച്ച് തന്നെയാണ് പോകുന്നത്. ബ്രേക്ക് എടുത്തിട്ടേ പോകുന്നുള്ളൂ. അവിടെ പിന്നെ ഇങ്ങനെ ഉറക്കം വന്ന് ഹൈവേയുടെ സൈഡിൽ ചേർത്ത് വെച്ച് അങ്ങനെ ഉറങ്ങാൻ പറ്റത്തില്ല. ഇവിടെ റെസ്റ്റ് ഏരിയാസ് ഉണ്ട്. അപ്പൊ റെസ്റ്റ് ഏരിയാസിൽ വണ്ടി കയറ്റി അവിടെ ടോയ്ലറ്റ്സും കാര്യങ്ങളും, വണ്ടി പാർക്ക് ചെയ്ത് സേഫ് ആയിട്ട് കിടന്ന് ഉറങ്ങാനുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ റെസ്റ്റ് ഏരിയാസിൽ നിർത്തി പോകാന്നാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പൊ കാണിച്ചു തരാം. ഇപ്പോഴത്തെ സമയം കാണിക്കുന്നത് 3:53, വെളുപ്പിനെ 3:53, 4 മണിയാവുമ്പോഴേ എത്തുള്ളൂ. ഇതിപ്പോ ട്രാഫിക് ഉണ്ട്, അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേനും ട്രാഫിക് കൂടുമായിരിക്കും. ഇന്നിപ്പോ സാറ്റർഡേ ആണ്, അതുകൊണ്ട് ഇത് വേരി ചെയ്യും ടൈം. ഇതൊരു ലോങ് ഡ്രൈവ് ആണ്, ഓൾമോസ്റ്റ് 10 hours കണ്ടിന്യൂസ് ഓടിച്ചാൽ. പക്ഷെ അങ്ങനെ നമ്മൾ ഓടിക്കാൻ പറ്റാത്തതുകൊണ്ട് 12 hours എടുക്കുമായിരിക്കും എത്തുന്നത്. അപ്പൊ നമ്മൾ ബ്രിസ്ബനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3 മണിക്കൂറായി. നമ്മളിപ്പോ ഒരു റെസ്റ്റ് ഏരിയ കയറ്റി. അപ്പൊ ഒരു 10 മണിക്കൂറിലൊരു 3 മണിക്കൂർ 2.5-3 മണിക്കൂർ കഴിഞ്ഞു. ഉറക്കമൊന്നും വരുന്നില്ല, പക്ഷെ ഇടയ്ക്കൊന്ന് എടുത്തു, ഒരു ബ്രേക്ക് എടുത്തു. കാരണം 3 മണിക്കൂറായല്ലോ, ഒന്ന് നടുവൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് എടുത്തു. ഞാൻ ഓടിക്കുകയായിരുന്നു, അശ്വിനായിരുന്നു ഓടിച്ചോണ്ടിരുന്നത്. അശ്വിൻ്റെ ഒരു അങ്ങനെ നമ്മളൊരു രാത്രി 9 മണിയായപ്പോഴത്തേനും നിർത്തി ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കയറ്റിയ ഒരു റെസ്റ്റ് ഏരിയ ആണിത്. നേരത്തെ പറഞ്ഞ പോലെ ഹൈവേയുടെ സൈഡിലൊന്നും നമുക്ക് അങ്ങനെ വണ്ടി നിർത്തിയിട്ട് ഉറങ്ങാനോ ബ്രേക്ക് എടുക്കാനൊന്നും പാടില്ല. ഇങ്ങനത്തെ റെസ്റ്റ് ഏരിയാസ് ഉണ്ടാവും. അപ്പോൾ അവിടെ വേണം നമ്മൾ നിർത്താനായിട്ട്. കണ്ടോ, ഇപ്പോൾ രാത്രി ആൾക്കാർ വണ്ടികളെല്ലാം നിർത്തി കുറേ പേര് കിടന്ന് ഉറങ്ങുകയാണ്. ഇങ്ങനത്തെ റെസ്റ്റ് ഏരിയാസിൽ അറ്റാച്ച്ഡ് ആയിട്ട് വാഷ്റൂംസ് ഒക്കെ ഉണ്ടാവും. പിന്നെ കണ്ടോ, ആ വണ്ടിയുടെ മുകളിൽ അവർ ടെൻറ്റ് സെറ്റപ്പ് ചെയ്തിട്ട് അവിടെയാണ്, ആ ടെൻറ്റിനകത്താണ് കിടന്നുറങ്ങുന്നത്. വണ്ടിക്കകത്ത് കിടന്നുറങ്ങുന്ന ഒരു ഡിസ്കംഫേർട്ടും ഉണ്ടാവില്ല, നല്ല സുഖമായിട്ട് നീണ്ടു നിവർന്ന് മുകളിൽ ടെൻറ്റിൽ കിടക്കാം. പിന്നെ ഞങ്ങൾ നേരെ വാഷ്റൂമിലൊക്കെ പോയി എല്ലാവരും ഒന്ന് ഫ്രഷായി. അത് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ബ്രേക്ക് എടുത്ത് കുറച്ച് നേരം അതിലേക്ക് നടന്ന് പിന്നെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെയും ഞങ്ങൾ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഇനിയുണ്ട് ഞങ്ങൾക്ക് ഓടിക്കാനായിട്ടൊരു 7 മണിക്കൂർ ബാക്കി കിടക്കുന്നത്. അതും ബ്രേക്സ് ഒന്നും കൂടാതെയാണ് 7-8 മണിക്കൂർ. രാത്രിയാണ്, റോഡിലൊന്നും ആൾക്കാരൊന്നും ഇല്ല. അങ്ങനെ അശ്വിൻ കാപ്പിയൊക്കെ കുടിച്ച് ഓടിക്കുന്നു. കോഫി പുറകിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. അവൻ്റെ ഉറക്കം കാണുമ്പോൾ തന്നെ കൊതിയാവുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു പെട്രോൾ പമ്പിൽ കയറ്റി പെട്രോളൊക്കെ അടിച്ച് ഇതിൻ്റെ അടുത്ത് തന്നെയുള്ള കൺവീനിയൻസ് സ്റ്റോറിൽ കയറി നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു. ഡിന്നർ കഴിച്ചിട്ടില്ലായിരുന്നു ഞങ്ങൾ. അപ്പം ഞങ്ങളെല്ലാവരും ചെറിയ ഇവിടുന്ന് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച്, സോസേജോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ മേടിച്ച് ഞങ്ങൾ പെട്ടെന്ന് പോയി കഴിച്ചു. ഇങ്ങനെ പെട്രോൾ പമ്പിനോട് ചേർന്ന് ഇങ്ങനെ ഒരു കൺവീനിയൻസ് സ്റ്റോറും ഫുഡും കാര്യങ്ങളും എല്ലാം കിട്ടുന്ന കാര്യം ഞാൻ നേരത്തെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ പെട്രോൾ പമ്പ് എന്നല്ല പറയുക, ഇവിടെ സെർവോ എന്നാണ് പറയുന്നത്. ഇത് കുറച്ച് വലിയൊരു കൺവീനിയൻസ് സ്റ്റോറാണ്. ഇത്രയും വലിയതൊന്നും ആയിരിക്കില്ല എല്ലാ പെട്രോൾ പമ്പ്സിലും. ഇത് കുറച്ച് അത്യാവശ്യം വലിയൊരു സ്റ്റോറാണ്. ഇരിക്കാനുള്ള സ്ഥലങ്ങളും കഴിക്കാനിരിക്കാനുള്ള സ്ഥലങ്ങളും എല്ലാം ഇതിനകത്തുണ്ട്. അത്യാവശ്യം വേണ്ട എല്ലാ സാധനവും ഇവിടെ കിട്ടുമായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ പയ്യെ സാധനങ്ങളെല്ലാം മേടിച്ച് പോയിട്ട് പുറത്ത് വന്നിരുന്ന് ഇവിടെ ഇരുന്നാണ് ഞങ്ങൾ കഴിച്ചത്. പിന്നെ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേനും ബോസിനും റോഷ്നിക്കും കുറച്ച് ഉറക്കം വന്നു. അപ്പം ഞങ്ങൾ ജേർണി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് റോഷ്നി നമ്മുടെ കാറിലും അശ്വിൻ അവരുടെ കാറും എടുത്ത് കുറച്ച് നേരം കൂടെ ജേർണി നമ്മൾ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേനും എല്ലാവർക്കും ഭയങ്കര ഉറക്കം വന്നു. ഞങ്ങൾ അവസാനം
ഈ സ്ഥലത്താണ് നമ്മൾ വണ്ടി നിർത്തി ഉറങ്ങിയത്. പിന്നെ ഒരു 5 മണിയായപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും കണ്ണു തുറന്നു. 5 മണി 5:30 ആയപ്പോൾ കണ്ണു തുറന്നു. ഒരു മെഗ്ഡിയുടെ അടുത്തായിരുന്നു, പോയി കാപ്പിയെല്ലാം മേടിച്ച് പിന്നെ നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്തു. നേരം വെളുത്തു, സൺറൈസ് എല്ലാം കണ്ട് നമ്മൾ പിന്നെയും സിഡ്നിക്ക് വെച്ച് പിടിച്ചു. ഇനി നമുക്കിതാ 1.5 മണിക്കൂറും കൂടെ ഉള്ളൂ സിഡ്നി എത്താനായിട്ട്. നമ്മൾ മാറി മാറി ഓടിച്ചുകൊണ്ടും ഇടയ്ക്ക് നല്ല ബ്രേക്സും ഉറങ്ങിയൊക്കെ ഓടിച്ചുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും നമുക്ക് സിഡ്നി എങ്ങനെയും ഒന്ന് എത്തിയാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഒരു 10-12 മണിക്കൂറായില്ലേ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട്, ഇടയ്ക്ക് ബ്രേക്ക് എടുത്തെങ്കിലും. അങ്ങനെ നമ്മൾ സിഡ്നി എത്തി. പിന്നെ നിങ്ങൾ ഈ കാണുന്നത് എന്താണെന്നറിയോ, നമ്മൾ ബ്രിസ്ബനിൽ നിന്ന് കയറ്റിവിട്ട സാധനങ്ങളാണ്. അവർ ഒട്ടും സെക്യൂർഡ് അല്ലാണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സാധനങ്ങളെല്ലാം ഇങ്ങനെ അല്ലങ്കോലമായിട്ടാണ് ഇരിക്കുന്നത്. എന്തൊക്കെയോ സാധനങ്ങൾ പൊട്ടി. ഒരു പൊട്ട റിമൂവൽ സ്റ്റേറ്റ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. ഇത് ആ ഹിന്ദിക്കാര് റിമൂവലിസ്റ്റുകളോട് അടികൂടുന്നതാ. ഓസ്ട്രേലിയ ആണെങ്കിലും നമ്മൾ അവരും എല്ലാം ഇന്ത്യൻസ് ആയതുകൊണ്ട് അടികൂടുന്നതിന് മാത്രം ഒരു കുറവുമില്ല. അങ്ങനെ ആ റിമൂവലിസ്റ്റുകളും നമ്മൾ 4 പേരും കൂടെ എങ്ങനെയൊക്കെയോ എല്ലാ സാധനങ്ങളും വീടിനകത്ത് എത്തിച്ചു. യൂഷ്വലി റിമൂവലിസ്റ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ അൺലോഡിങ്ങിനോ ലോഡിങ്ങിനോ നമ്മുടെ എഫേർട്ട് വേണ്ട. പക്ഷെ ഇത് അത്രയും നല്ല റിമൂവലിസ്റ്റുകളായതുകൊണ്ട് നമ്മളും കൂടെ കൂടിയിട്ടാണ് സാധനങ്ങളെല്ലാം വീടിനകത്ത് എത്തിച്ചത്. പിന്നെ ഇതെന്താണെന്നറിയോ, ഇത് റെന്റൽ വീടാണെങ്കിലും നമ്മളിവിടെ വന്നപ്പോഴത്തേനും നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് ഇതിന്റെ റിയൽറ്റേഴ്സ് നമുക്കായിട്ടൊരു വെൽക്കം കിറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള അംഗമെല്ലാം നമ്മൾ ഈ വീട് സെറ്റപ്പ് ചെയ്യുന്നതും ഓരോ സാധനങ്ങൾ അസംബിൾ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ 4 പേരും കൂടി 2 ദിവസം എടുത്തു ഇതൊന്ന് ഫുള്ള് സെറ്റപ്പ് ചെയ്യാനായിട്ട്. കറക്റ്റ് അത് വീഡിയോയിൽ കിട്ടുകയും ചെയ്തു. അതാണ് നല്ല നൈസ് ആയിട്ടത് വീട്. നീ ഇത് വല്ലതും അറിയുന്നുണ്ടോ? പിന്നെ ഞങ്ങൾ നടക്കാൻ ഇറങ്ങി. നമ്മുടെ അപ്പാർട്ട്മെന്റ് നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ഈ ഒരു സ്ഥലം. രാവിലെ ഇവിടെ വന്നു, ഞാൻ ഇവിടെ പറഞ്ഞ് താഴോട്ട് ട്രെക്ക് ചെയ്യാന്ന്. അപ്പൊ ദിസ് വാസ് ഓൾ ഗ്രീൻ. ഇതിപ്പോ വന്ന സാധനമാണ്. അതുകൊണ്ടോ ഇത് എന്താ തോട്, ഇത് ക്രീക്കാണോ എന്താന്ന് എനിക്കറിയില്ല. ദിസ് ജസ്റ്റ് കെയിം വിത്തിൻ ലൈക്ക് ദി ലാസ്റ്റ് ഇയർ. ഇത് ഫുൾ പച്ചയായിരുന്നു. ഇതുപോലെ താഴത്തെ പോലെ ലിറ്ററലി ദിസ് ഇസ് ലൈക്ക് ഇങ്ങനെ ഈ പച്ചയാണ് ഇവിടെ മനസ്സിലാവും. ഇത് മറ്റേ ഇത് നരന്റെ സെറ്റ് പോലെ ഉണ്ടല്ലോ. ഓഹോ നരൻ ഒരു തടിയിട്ട് തരാം, നീ പോവോ? അങ്ങനെ വീടെല്ലാം സെറ്റപ്പ് ചെയ്യാനായിട്ട് റോഷ്നി ബോയ്സ് ഒരാഴ്ച നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ വലിയൊരു ഹെൽപ്പായിരുന്നു. അത് കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞ് പിന്നെ നമ്മൾ മാത്രമായിരുന്നു. പിന്നെ ഞാൻ ഈ ബാൽക്കണി എല്ലാം അടിച്ച് കഴുകി വൃത്തിയാക്കി സെറ്റപ്പ് ആക്കി പ്ലാന്റ്സ് എല്ലാം വെച്ച്. പിന്നെ നമുക്ക് കുറച്ച് ചെറിയ കുറച്ച് സ്റ്റാൻഡ്സ് ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ IKEA പോയി മേടിച്ച് അതെല്ലാം അസംബിൾ ചെയ്ത് വീട് സെറ്റ് ചെയ്തെടുത്തു. അങ്ങനെ ഇപ്പം നമ്മുടെ വീട് നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുണ്ട്. അങ്ങനെ ഫുള്ളി സെറ്റായ ഒരു വീടിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു എൻഡിങ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ കഥ ഇത്രയേ ഉള്ളൂ. നമ്മൾ സിഡ്നിയിലോട്ട് താമസം മാറ്റി ബ്രിസ്ബനിൽ നിന്ന് വന്നിട്ട്, സിഡ്നിയിൽ നമ്മൾ നേരത്തെ താമസിച്ചിട്ടുണ്ടെങ്കിലും ഇത് വേറൊരു ഭാഗത്താണ്. പണ്ട് താമസിച്ച സ്ഥലത്തല്ല ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെല്ലാം നമുക്കിനി വഴിയെ കാണാം. അപ്പോൾ ഇനി വേറെ എന്താ, വെൽക്കം ടു സിഡ്നി, സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, ബൈ.